ജോപ്പിന് പേടിക്കാനായിട്ട് സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല. അല്ല, എനിക്ക് പൊതുവെ പേടിയുള്ളൂ. ഈ പ്രായത്തിലും പേടിയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇന്ദ്രിയം ഉണ്ട്. ആകാശം ഇങ്ങനെ ഇടയ്ക്ക് മറ്റേ ഇങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ടോ? ഫസ്റ്റ് പുള്ളിക്കാരി യക്ഷിയായിട്ട് വന്നതിന് ശേഷമുള്ള കുറെ ഇതൊക്കെ വലുതാക്കി കാണിക്കുന്നു, ചെറുതാക്കി കാണിക്കുന്നു. ശരിയാണ്. ഒരു ദാസിപ്പെണ്ണ മരിച്ചു. ഇപ്പൊ നമ്മളല്ലേ സൗദാമിനി അടുത്ത് എന്താ മേടിച്ച് കല്യാണം ഉറപ്പിക്കുമ്പോ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് ബോധം പോയി. അതായത് ഇപ്പോഴത്തെ പോലെ ഒന്നല്ല. സൈക്കിളിൽ പോയ കഥ അതേ ഉള്ളു കയ്യിലും. എന്നുവെച്ചാ എന്റെ പറഞ്ഞ ശരിയാണ്, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഗ്രാൻഡ് ഫാദർ ഇതെന്തോ താലം കൈമാറ്റമായിരുന്നു എന്നാണ് ഐതിഹ്യം. അത് കണ്ടുവെങ്കിൽ ഓൺ ദ സ്പോട്ട് ആള് ഡെഡ് ആണ്. വെൽക്കം ബാക്ക് ടു NSN. ഒരുപാട് നാളായി നമ്മളൊരു എപ്പിസോഡ് ഇട്ടിട്ട്. ഇന്ന് ലോക കണ്ടു വന്നോണ്ട് നമ്മളൊരു ടോപ്പിക് പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് ലൈറ്റ് ഉള്ളതുകൊണ്ട് എടുക്കാന്ന് വിചാരിച്ചാണ്. ടീഷർട്ട് ഇല്ല, എനിക്ക് ആകെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യാനായിട്ടാ പുഷ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പോഡ്കാസ്റ്റ്. ഇല്ലെങ്കിൽ പറയണായിരുന്നു ഇതാണ് ടോപ്പിക്. അപ്പൊ സിനിമ നമ്മളല്ലേ നമ്മളെടുക്കാന്ന് വിചാരിച്ചു. സിനിമ കാണാൻ പോകുമ്പോ ഇങ്ങനെ ഡാർക്ക് ഷർട്ട് ഇട്ടുകൊണ്ടെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. തർക്കം വേണ്ട, വിട്ടേക്കത്. ഇന്നിപ്പോ എന്താ വെച്ചാൽ ലോക കണ്ടപ്പോഴാണ് നമ്മൾ കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഹൊറർ പുതു ഹൊറർ പോലെ അല്ലല്ലോ, പഴയ ഹൊറർ. അതുകൊണ്ട് പഴയ ഹൊറർ എക്സ്പീരിയൻസുകളെ സിനിമകളെ പറ്റിയിട്ട് സംസാരിക്കാതെ വിചാരിച്ചു വന്ന അത് കണ്ട് മേടിച്ച പാടുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇന്ദ്രിയം ഉണ്ട്. ആകാശദൂതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇന്ദ്രിയം ഞാൻ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, പക്ഷെ കൂടുതലും ആകാശദൂതിലാണ്. അല്ല സോറി, ആകാശഗംഗ. അത് സമയം ഇത്രയും ഉണ്ടായിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ടോ 12 മണി പറയും. എനിക്ക് നാളെ ആകാശഗംഗ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് പേടിച്ചെന്ന് തോന്നുന്നു. എനിക്കിപ്പോ ഓർമ്മയില്ല. കല്യാണം ഉറപ്പിക്കുമ്പോ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് അങ്ങനെ പേടി വന്ന ഒരു ഞാൻ വെള്ളി നക്ഷത്രം കണ്ടിട്ട് ഈ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് മറ്റേ ഇങ്ങനെ നോക്കുമ്പോൾ തൊട്ടു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ടോ? അല്ല, ആ സ്കോർ എന്താ വെള്ളി നക്ഷത്രത്തിലുണ്ട്. ഞാനാദ്യം കൊണ്ട് മേടിച്ചത് ഭദ്രയാണ്, വിനയ പ്രസാദിന്റെ. അത് ഇത് പടം, അത് മാഫിയ ശശിയാവും, പ്രേത ഓടി ഓടി. ആണോ? മുട്ടമിന്റെ ശങ്കറുണ്ട്, ശങ്കറിനെയൊക്കെ ആദ്യം കൊല്ലും. പിന്നെ അത് കഴിഞ്ഞിട്ട് ശങ്കറിന്റെ ബോഡിയിൽ ആദ്യം പ്രേതം കയറും. പിന്നെ മാഫിയ ശശിയൊക്കെ ഭയങ്കര ഫോർവേഡ് മലയാളം മൂവീസ് ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഭദ്ര ഫാൻസ് ഉണ്ടോ ഈ പോഡ്കാസ്റ്റിന്റെ? ഭദ്ര ഫാൻസ് കമ്മിറ്റി സീമളോടെ ഞാൻ മേടിച്ചിട്ട് 3 ദിവസം ചേർന്നിരുന്നു. എത്ര വയസ്സ് അതെനിക്ക് ഓർമ്മയില്ല. സ്കൂളിലായിരുന്നു, എന്തോ വെക്കേഷൻ ടൈമിൽ കണ്ടതാ ഇതുപോലെ VCR-ലിട്ട്. അയ്യോ, സീമളുള്ളത് പേടിയാവും. പക്ഷെ ഇപ്പൊ കണ്ട കോമഡിയാണ്. പക്ഷെ ജോപ്പിന് പേടിക്കാനായിട്ട് സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല. അല്ല, എനിക്ക് പൊതുവെ പേടിയുള്ളൂ. ഈ പ്രായത്തിലും പേടിയുണ്ട്. പൊതുവെ പേടിയാ. അങ്ങനല്ല, എനിക്ക് രാത്രി നമ്മളില്ലാത്തൊരു സാധനമാണെന്നൊന്നും പറയുന്നില്ല. എനിക്ക് പേടിയുണ്ട്, കാരണം എനിക്ക് അങ്ങനത്തെ, എനിക്കല്ല വീട്ടിലിങ്ങനെ എക്സ്പീരിയൻസ് എല്ലാ ആൾക്കാരുണ്ട്, അതുകൊണ്ട് പേടിയുണ്ട്. അത് പിന്നെ പറയാം. ഞാൻ ഇന്ദ്രിയത്തിനെ പറ്റി പറയും. ഇല്ല, ഒരു പ്രത്യേക സിനിമയാണ്. ഹൊറർ പടം കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ പേടിക്കുക? ഹൊറർ പടം കണ്ടിട്ട് പേടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുമ്പോഴേ പേടിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ മണിച്ചിത്രത്താഴ് കാണുമ്പോ പേടിക്കുന്നേ. ഞാൻ കണ്ടിട്ട് എനിക്ക് പേടിയായിട്ടില്ല മണിച്ചിത്രത്താഴ്. ഇന്ദ്രിയം വിടും. നെക്സ്റ്റ് ടോപ്പിക്.
ആകാശെങ്കിൽ ആദ്യത്തെ പാട്ട് തന്നെ കുറച്ച് ഏതോട്ട് പുതുമഴയായി തോന്നി. അല്ല ഇപ്പൊ പ്രേതത്തിന്റെ ഓരോ ഇത് കുറെ മാറിയിരുന്നു. കാരണം ആദ്യം ഇപ്പൊ ആകാശങ്ക അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റിൽ പോകുമ്പോ സിനിമകൾ ആ ഒരു മോഡിലാണ് പൊക്കോണ്ടിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദാസിപ്പെണ്ണാണ്, ദാസിപ്പെണ്ണ മരിക്കും. ഇപ്പൊ നമ്മളല്ലേ സൗദാമിനി 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 ഫാൻസ് ഒക്കെ ഉണ്ടാവും. ഇവ കണ്ടിട്ടുണ്ടായില്ല സൗദാമിനി പീക്ക് ഹൊറർ ഇത് കഴിയുമ്പോ വെച്ചത് സൗദാമിനി പീക്ക് ഹൊറർ പടമാണ്. കാണാത്തവർ എന്തായാലും കണ്ടുപോകണം. അപ്പൊ ഈ പണ്ടത്തെ ടെംപ്ലേറ്റ് എങ്ങനെയായിരുന്നു? കാരണം ഇന്നിപ്പോ നമ്മളൊരു ലോക്ക വെച്ച് പറയല്ല എല്ലാം, നമ്മളിപ്പോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കിനെ ലോക്കയൊക്കെ വല്ലെടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ അകത്ത് പറയുന്ന ഒരു മിത്ത് പോലെ തന്നെയാണ് ഇപ്പൊ മിത്ത് എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ടൈപ്പ് പടങ്ങളാണ് ഇപ്പൊ വരുന്നത്. പക്ഷെ അന്നത്തെ ഒരു ടെംപ്ലേറ്റ് അതായിരുന്നു. ഒരു പെണ്ണ് കാണുക, ആ പെണ്ണിനെ ആരെങ്കിലും കൊന്നുണ്ടാവും, പിന്നെ അതിന്റെ റിവെഞ്ച് ആയിരിക്കും. പിന്നെ ആരെങ്കിലും ഒന്നും മരത്തിന്ന് മറ്റേ ആണി വരണം. ആണി പരിപാടിയില്ല, ആണി വരിയാലേ പരിപാടിയുള്ളൂ. പിന്നെ ഈ പ്രേതങ്ങളുടെ ഒരു ഇത് പറഞ്ഞ പോലെ പിന്നെ ഇത് ടെംപ്ലേറ്റ് മാറി. മലയാളത്തിൽ വർക്കാവാത്തതും തമിഴ് സിനിമയിൽ ഒരുപാട് വർക്കായ ടെംപ്ലേറ്റ് ആണ് ഈ ഹൊറർ കോമഡി. അത് ഇവിടെ വലുതായിട്ട് വർക്കായിട്ടില്ല. എനിക്ക് തോന്നുന്നു മറ്റേ മേഘസന്ദേശത്തിൽ ആദ്യം കുറച്ച് ഹൊറർ കോമഡി. മേഘസന്ദേശം കോമഡി. പിന്നെ അത് മേഘസന്ദേശത്തില് ഞാൻ പ്രേതത്തിനെ കണ്ട് പേടിച്ചിട്ടില്ല. ഞാനാ പള്ളിയിൽ അച്ഛനെ കണ്ടിട്ടാണ് അതിനകത്ത് പുള്ളി വരുമ്പോ തന്നെ വീഡിയോ നാമത്തെ പ്രേതം. അതിനിടയിലൊക്കെ ചില്ലും കൊട്ടാരത്തിൽ പോയാലും അയാൾക്ക് ബാക്കി പരിപാടികളൊക്കെ അതങ്ങനെ ഒരു പടം. മരിച്ചിട്ട് കൊറേ അമ്മൂമ്മയോട് അതില്ലേ അന്ന് എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് റിയലൈസ് ആ പ്രേതത്തിന് പേടി ഉണ്ടാവില്ല. പക്ഷെ ഇന്ദ്രിയം ഇവ കണ്ടിട്ടില്ല. ഇന്ദ്രിയം പകൽപൂരം കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ പേടിച്ച് അതെ വേറെ എന്തൊക്കെ കാണാനുണ്ടായിരുന്നു. അത് അതിനകത്താണെങ്കിലും പിന്നെ ആകാശഗംഗയിൽ എനിക്ക് പിന്നെ ഇതുള്ളത് മറ്റേ ഫസ്റ്റ് പുള്ളിക്കാരി യക്ഷിയായിട്ട് വന്നതിന് ശേഷമുള്ള കുറെ ഇതുണ്ടല്ലോ, വലുതാക്കി കാണിക്കുന്നത്, ചെറുതാക്കി കാണിക്കുന്നത്. ശരിയാണ്. രാജബീദേവാണ് അതിനകത്ത് കില്ലർ. അൾട്ടിമേറ്റ് മേപ്പാട് മേപ്പാടിന്റെ ഇന്ത്യൻ സിനിമകളിൽ എപ്പോഴും അങ്ങനെ ഒരു ഹിന്ദു സ്വാമി വരും, പിന്നെ അയാളെ സപ്പോർട്ട് ആരെങ്കിലൊക്കെ വരും. കലാഭവനി ഇല്ല മെയിൻ അച്ഛന്റെ ശിഷ്യനായിട്ട്. പിന്നെ എല്ലാപ്പോഴും ഇങ്ങനെയുള്ള വെള്ളി നക്ഷത്രത്തിലും സെറ്റപ്പ് ചെയ്ത് പിടിച്ചേക്കണേ. യക്ഷിഞ്ഞാണ് കണ്ടിട്ടുണ്ടല്ലേ? പിന്നെ വീട്ടിൽ പോകണ്ടേ പോഡ്കാസ്റ്റ്? അത് ഏത് സീനാ കണ്ടത് എന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരി പുഴയരികി കൂടെ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ഇത് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് പടം ഇത് ശരിയല്ല. പക്ഷെ അന്ന് രാത്രി ഒറ്റക്ക് മാറിയെന്ന് കണ്ടു. പേടിച്ച് പേടിച്ച ഒരു സിനിമയാണ് മറ്റേ കുഞ്ചാക്കോ ബോബനും ഒക്കെ ഉള്ള നരേന്ദ്രപ്രസാദ് ഉള്ള ഒരു പടം ഉണ്ടല്ലോ, മറ്റേ മയിൽപ്പീലിക്ക. അതില് തിലകനല്ലേ നരേന്ദ്രപ്രസാദ് ഉണ്ടായില്ലേ? നരേന്ദ്രപ്രസാദിന്റെ ഒരു തിലകനുണ്ടെന്ന് എനിക്കറിയാം. നരേന്ദ്രപ്രസാദിന് എനിക്കറിയില്ല. ഏതോ ഒരു സീൻ അതാണെന്ന് തോന്നുന്നു. നരേന്ദ്രപ്രസാദ് എന്തോ ഉണ്ടെന്നോ ഒരു വയസ്സ്. ആ പടത്തിൽ പുനർജന്മല്ലേ? പ്രേതമല്ലോ. പുനർജന്മ അത് തന്നെ ഹൊറർ ഇതായിട്ടാണ് പടം. പടമൊക്കെ കണ്ട് പേടിച്ചിട്ട് എനിക്കറിയാമല്ലോ അത് കണ്ടിട്ട് എന്തിനാ പേടിക്കണത്. ഹൊററുണ്ട് സിനിമ കണ്ടവർക്ക് അറിയുള്ളൂ. ഹൊറർ കോമഡി. നീ ആദ്യം ഇന്ദ്രിയം യക്ഷിഗാനം പോയി കണ്ടിട്ടോ? ഇന്ദ്രിയ യക്ഷിഗാനം കാണാണ്ട് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. സൗദാമിനി സൗദാമിനി ഉണ്ടല്ലേ? ഇപ്പൊ സൗദാമിനി എങ്ങനെയുണ്ട്? സൗദാമിനി
അസ്ഥിക്കൂടെ മടിച്ചെടുത്ത് പോഡ്കാസ്റ്റ് ആരെങ്കിലും സൗദാമിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫീൽ അറിയാം. ട്രാൻസിഷൻ ഉണ്ടല്ലേ, അത് കൊച്ചു കുട്ടീന്ന് ഒറ്റ ട്രാൻസിഷനിൽ ഇതിന്റെ അമ്മ വരും ഇങ്ങനെ കൈയൊക്കെ നീട്ടി അങ്ങനെ ഇതുകൊണ്ട് ഓർമ്മ തന്നെ എന്തൊക്കെയാ, ഭദ്ര, സൗദാമിനി, ആകാശഗംഗ, വെള്ളി നക്ഷത്രം, സിദ്ദിഖാണ്, പിന്നെ റോസി. പിന്നെ ഈ പടം ഭൂതകാലം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പേടിച്ചിട്ട്. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പരിപാടി എനിക്ക് അങ്ങനെയല്ല, ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീട്ടില് നടക്കുന്ന ഒരു സംഭവം. അത് പുതിയ പടമല്ലേ? ഏത് ഭൂതകാലം കണ്ടിട്ടുണ്ടാ? പിന്നെ നിനക്കിങ്ങനെ ആദ്യത്തെ ഒരു സീൻ കണ്ടപ്പോ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ കാണാതെ ഞങ്ങൾ സംസാരിക്കാറില്ല. നീ ഇന്ദിരയും കണ്ടിട്ടുണ്ടോ? സൗദാമിനെങ്കിലും കണ്ടിട്ടോ? സൗദാമിനി കുറച്ചുണ്ടല്ലോ, ഫുള്ള് കാണണം. ഫുള്ള് കാണും, സൗദാമിനി ഫുള്ള് കാണും. ഇപ്പൊ ഇതുപോലെ തന്നെ പക്ഷെ എന്നെ പേടിപ്പിച്ചൊരു ഒരു സീനുണ്ട്, മറ്റേ പടം കോമഡി പടം, മറ്റേ ഇൻഗോസ്റ്റ് ഹൗസിലെ മറ്റേ കിണറിന്ന് വരുന്ന സീൻ. അത് പണ്ട് എല്ലാരും മുടിയൊക്കെ കശന്റെ മുടിയായിട്ടുള്ള ഡാർക്കത് തലവെട്ടി. അതുപോലെ ഇതുപോലെ എനിക്ക് ഒരു എക്സ്പീരിയൻസ്, പരിചയമുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. അത് പണ്ട് ലോങ് ബേക്ക്, അതായത് ഇപ്പോഴത്തെ പോലെ ഒന്നല്ല. സൈക്കിളിൽ പോയ കഥ അതേ ഉള്ളു കയ്യിലിപ്പ. എന്ന് വെച്ചാ എന്റെ പറഞ്ഞ ശരിയാണ്, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഗ്രാൻഡ് ഫാദർ. എനിക്കറിയാൻ പാടില്ല, പിന്നെ എന്തിനാ ഇത്ര അല്ല, ഫ്രണ്ടിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞപ്പോ ആർക്കും എല്ലാവർക്കും മനസ്സിലായി. ഫ്രണ്ടിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞപ്പോ ഫ്രണ്ടിന്റെ ഗ്രാൻഡ് ഫാദർ പുള്ളി. അപ്പൊ അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല, എന്ന് വെച്ചാൽ നെറ്റ്വർക്കും ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പുള്ളി രാത്രി അവിടെ പോയിട്ട് വന്നെ. അപ്പൊ ഇന്ന് തേവര വാർത്തിരുത്തി ആ സൈഡിൽ നിന്ന്, അന്ന് ഇതുപോലെ അല്ല, ലൈറ്റിലൊന്നും ഇല്ല. പുള്ളി സൈക്കിളിൽ വരുന്ന വഴി ഇതുപോലെ ഒരു സ്ത്രീ, ആ സ്ത്രീ നിക്കണ കണ്ടിട്ട് പുള്ളിക്കാരിയുടെ ഒരു പരിപാടി കണ്ടുണ്ടോ നിർത്തിയിട്ട് എന്താ ഈ സമയത്ത് ഇവിടെ നിക്കണെന്ന് എൻക്വയറി ചെയ്തപ്പോ ഇത് പറഞ്ഞു കേട്ടോ. അത് കണ്ടത് എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും പറഞ്ഞത് അതെന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ അമ്മൂമ്മ. അപ്പൊ വൃത്തിയുടെ സംശയം. അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ നിക്കണുണ്ടപ്പോ പുള്ളി ചോദിച്ചപ്പോ ആദ്യം വെള്ളം ചോദിച്ചു. വെള്ളം കുപ്പിയിലുണ്ടായിരുന്ന കൊടുത്തു. വെള്ളം കണ്ടിട്ടില്ല. അപ്പൊ വെള്ളം കൊടുത്ത് കഴിഞ്ഞപ്പോ പുള്ളിക്കാരി ഇങ്ങനെ എന്തോ മറ്റേ ചുണ്ണാമ്പ് ചോദിക്കണം, അങ്ങനെ എന്തോ മുറുക്കാറുണ്ടോന്ന് ചോദിച്ചപ്പോ പുള്ളിക്ക് ഭയങ്കര ശ്വാസതടസ്സം പോലെ പുള്ളി പെട്ടെന്ന് സൈക്കിൾ എടുത്ത് ചവിട്ടി പോയി. പക്ഷെ ഓൺ ദ വേ ബാക്ക് പുള്ളിക്ക് സൈക്കിളിന്റെ ബാക്കിൽ ആരോ ഇരിക്കുന്ന പോലെ വെയിറ്റ് കൂടിക്കടി വന്നു പെഡൽ ചെയ്തോണ്ടിരുന്നപ്പോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോ പുള്ളിയുടെ എന്ന് വെച്ചാ എന്റെ ഫ്രണ്ടിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അമ്മ മനസ്സിലല്ലേ. അവർക്ക് ഇത് സംഭവം എന്തോ, അവര് പഴയ ഡോണായിരിക്കും, അവർക്ക് മനസ്സിലായത്. അവര് പിന്നെ ഈ എന്തൊക്കെയോ ക്രിയകളൊന്നും, മറ്റേ ഈ ക്രിസ്ത്യൻസിന് ഈ വെള്ളം കിട്ടും, ഹോളി വാട്ടർ, ഗോസ്റ്റ് ഹൗസിലെ പോലെ തളിക്കണ പോലത്തെ. അപ്പൊ ആ വെള്ളമൊക്കെ തളിച്ചിട്ടാണ് അത് മാറിയെന്നാണ് പറയുന്നത്. ആര് പറയുന്നു? ഫ്രണ്ടിന്റെ അമ്മൂമ്മ. എനിക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല, ഒരു പ്രത്യേക എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞു കേട്ടത് നീ ഫ്രണ്ടിന്റെ അമ്മൂമ്മ അപ്പൂപ്പനെ. ഇല്ല, നമ്മള് കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോ അമ്മല് പറഞ്ഞ കഥ മാത്രമേ എനിക്ക് ഓർമ്മ. അമ്മല് ചെറുപ്പക്കാരന്റെ നാട് കായംകുളത്ത് എന്താണ്. അപ്പൊ രാത്രി അവൻ കിടന്നുറങ്ങുന്ന സമയത്ത് ജനലിന്റെ അടുത്താണ് അവൻ കിടന്നുറങ്ങുന്നത്. അപ്പൊ ജനലിന്റെ അടുത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ചിലങ്കയൊക്കെ കെട്ടിയിട്ട് നടക്കുന്ന പോലത്തെ ഒരു ഒച്ച, അത് ചെറിയ സമയത്തേക്കല്ല, അതൊരു ഏകദേശം 1.5 മണിക്കൂറത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ ഇവനാണെങ്കിൽ ആ സമയത്ത് ആരെയും വിളിക്കാനും പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റാത്തൊരു ഒരു പൊസിഷനിലേക്ക് അവൻ മാറി. പിന്നെ പേടിച്ച് കിടന്നുറങ്ങിയെന്നാണ് പറയുന്നത്. അതെന്തോ താലം കൈമാറ്റമായിരുന്നു എന്നാണ് ഐതിഹ്യം. അത് കണ്ടിരുന്നെങ്കിൽ ഓൺ ദ സ്പോട്ട് ആള് ഡെഡാണ്. എനിക്ക് രാത്രി വീട്ടിൽ പോകുള്ളൂ. നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ് ഫ്രണ്ടിന്റെ അമ്മ? ഇല്ല, അങ്ങനത്തെ ഹൊറർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എനിക്ക് പിന്നെ ചെറുപ്പത്തിൽ ഒരു ഇതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഒരു ലൈക്ക്
നെഗറ്റീവ് എനർജി പ്രാവശ്യം അത് നിന്റെ അപ്പനമ്മയ്ക്കായിരിക്കും ഫീൽ അതെ അത് ഇവനുള്ളതുകൊണ്ട് ബട്ട് അതായത് അത് നെഗറ്റീവ് എനർജി ആണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതായത് ഞാൻ ഉറങ്ങി കിടന്നപ്പോഴായിരുന്നു എത്രാം ക്ലാസ്സിൽ? ഫോർത്തിലോ ഫിഫ്തിലോ വിശ്വസിച്ച് ഫോർത്തിലോ ഫിഫ്തിലോ അന്നാണ് ആകാശം കണ്ടത്. അതൊന്നുമില്ല. അതൊക്കെ അതിന് മുന്നേ സൗദാമിനി അപ്പൊ ഡ്രാക്കുള. അപ്പോ എനിക്ക് മുഖത്ത് പറ്റേ ഇത് ഫീൽ ചെയ്തായിരുന്നു, ഭയങ്കരമായിട്ട് ഹീറ്റ് ഫീൽ ചെയ്തു. അത് എ സി ഇല്ലാതെ കിടന്നതിന്റെ ആയിരിക്കും. ഓക്കെ പറയാം. രാത്രി ഞാൻ ഉറങ്ങി കിടക്കുമായിരുന്നു. അപ്പൊ ഈ രാത്രി ഇങ്ങനെ മറ്റേ മുഖത്ത് മാത്രമായിട്ട് ഭയങ്കരമായിട്ട് ഹീറ്റ് ഇങ്ങനെ ഫീൽ ചെയ്തോണ്ടിരുന്നിട്ട് ഇതെന്ത് മുഖത്ത് ഇങ്ങനെ ഇത്രയും ഫീൽ ചെയ്യുന്നതെന്ന് വിചാരിച്ചോട്ട് ഞാൻ എണീറ്റിട്ടുണ്ട്. എണീറ്റ് കഴിഞ്ഞപ്പോ മറ്റേ ബെഡുണ്ട്, ബെഡിന്റെ കോർണറിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഒരു ഷെയ്ഡ് ഒരിത് എനിക്കൊരു ഫീൽ കിട്ടിയത്. അത് കണ്ടപ്പോ എനിക്ക് പേടിച്ചു വരണ്ടു. എന്താ പറയാ, തൊട്ടപ്പുറത്ത് ചേട്ടൻ കിടക്കുന്നുണ്ടായിരുന്നു. ഏത് സിനിമയിലുണ്ടാവും ഈ ഒരു കഥ? ഇതെന്താ ഹീറ്റ് വന്ന മതിലിൽ പ്രേതോ? അല്ലല്ല, അതിനുമല്ല, ഈ കോർണറിൽ ഇങ്ങനെ ഷെയ്ഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. തുണിയെല്ലാം ഇട്ടു. അല്ല, അതൊക്കെ അതാണ് എനിക്ക് ഓർക്കൂലേ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എന്തായാലും ഏതൊരു സിനിമയിലുണ്ട് ഇതേപോലത്തെ സ്റ്റോറിലെ. ഇത് നോക്കി നമ്മൾ രണ്ട് കഥ പറഞ്ഞേ. നമുക്കൊരു എനിക്കൊരു ഫ്രണ്ടിന്റെ അമ്മലുണ്ട്, ഇവനൊന്നും ഇല്ല. അപ്പൊ ആ ഒരു ബ്ലാക്ക് ഷീറ്റ് കണ്ടിട്ട് ചെയ്താ എനിക്ക് നല്ലോണം പിന്നെ പേടിച്ച് വരണ്ട്. ഞാൻ മറ്റേ പുതപ്പ് മൂടി കിടന്നു കഴിഞ്ഞിട്ട് പക്ഷെ മറ്റേ ഉറക്കപ്പിച്ചൊന്നും ഉണ്ടാവില്ല. മറ്റേ ഉറക്കത്തിൽ എണീറ്റ് ഇങ്ങനെ ഇരിക്കാം. പേടിച്ച് അവസാനം ലൈക്ക് ചെറുപ്പം പോലെ വളർന്നിട്ട് എഴുതാന്നുള്ളൂ. ഞാനെന്തോ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ ലൈക്ക് മുഖത്തു ഹീറ്റ് അങ്ങോട്ട് പോയി. പക്ഷെ ബ്ലാക്ക് ഷെയ്ഡ് അവിടെ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മുഖത്തു ആ നല്ലൊരു ഹീറ്റ് അടിച്ചിട്ട് ആ ഒരു സീൻ ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ടത്. ഞാനിതെന്താ വരാതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ ഈ ക്ലൈമാക്സിനോട് അടുത്തപ്പോഴെങ്കിലും എന്റെ മിസ്റ്റേക്ക് ആണ്. എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. യക്ഷി ഞാനേലും ഫ്ലോപ്പ്. ഇതില് നല്ല ഇന്ദ്രിയ കണ്ട അതിന്റെ അതേതാ ഞാൻ കണ്ടിട്ടില്ല. കാണിച്ചു തരാം. അതെ, അപ്പൊ ഞങ്ങളപ്പോ ഇങ്ങനെ ജസ്റ്റ് കുറച്ചാളെ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് പഴയ ഹൊറർ സിനിമകൾ വെച്ചിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഫ്രണ്ടിന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ ഇപ്പൊ പറഞ്ഞാലോ ഫ്രണ്ടിന്റെയോ അല്ലെങ്കിൽ ഉണ്ടാക്കിയോ കഥയോ ഒക്കെ നിങ്ങൾക്ക് കാണാം. ഹോപ്പ് യു ഗൈസ് എൻജോയ്. സൈൻ ഓഫ് പറഞ്ഞോ പെട്ടെന്ന് മതി. താങ്ക് യു ലൈറ്റ് ഫുൾ അത് എഡിറ്റ് പിടിച്ചോ. നല്ലത്.